ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാം മാറ്റി വെച്ചൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതും പറഞ്ഞാൽ മിക്കവരും ബുക്കൊക്കെ അടച്ചു വെച്ച് ഇനിയിപ്പോൾ ഡേറ്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം പേര്. അപ്പോൾ ഇനിയും അടച്ചു വെക്കൽ തുടർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സബ്ജക്റ്റുമായിട്ട് യാതൊരു ടച്ചും ഇല്ല ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ബുക്ക് തുറന്ന് ഒന്ന് നോക്കുക ടോപ്പിക്സൊക്കെ. അപ്പോൾ നമ്മൾ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി അതിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ എല്ലാ ദിവസത്തെയും ആ ഒരു ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രം, നമ്മുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു 8-9 ദിവസത്തെ ടോപ്പിക്കുകൾ നമ്മൾ ഏതൊക്കെ പഠിക്കേണ്ടതെന്നുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 1 to 3 ഡേയ്സിൻ്റെ മോക്ക് ടെസ്റ്റും ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇന്ന് മുതലുള്ള മോക്ക് ടെസ്റ്റുകളെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും. സബ്ജക്റ്റ് ബേസ്ഡ് നമ്മുടെ കോർ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റിലായിരിക്കും ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിൽ ആ ടോപ്പിക്കുകൾ തന്നതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷം മാത്രം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവർ, അതായത് ഇലക്ട്രോണിക്സുകാരല്ലാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജനറൽ പീസ് നോക്കുന്ന ആൾക്കാരായാലും ശരി, അതല്ലാതെ വേറെ ഏത് ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ശരി, അവരുടെയൊക്കെ ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്ലേലിസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയാം. നമ്മളിന്ന് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കോമ്പണൻസ്, അതായത് 4ാമത്തെ ദിവസത്തെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് മോക്ക് ടെസ്റ്റാണ്. ഫസ്റ്റ് മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്, ഹാൻഡ് ടൂൾസ്, ബേസിക് ടേംസ്, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടേംസും അതുപോലെ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, സെൽസ് ആൻഡ് ബാറ്ററീസ് ഇത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് മോക്ക് ടെസ്റ്റ്. അതൊന്ന് പ്ലേലിസ്റ്റ് കയറി നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ആ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അതൊന്ന് കയറിയിട്ട് ചെക്ക് ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടെസ്റ്റിലേക്ക് കിടക്കാം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് ആർ ജനറലി അവൈലബിൾ ഇൻ ദ മാക്സിമം വാല്യൂ ഓഫ് ഡാഷ് ഓം. റെസിസ്റ്റേഴ്സ് സാധാരണ നമുക്ക് എത്ര ഓം വാല്യൂവിലാണ് കിട്ടുക? നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്, അതായത് യൂണിറ്റാണ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അല്ലെ എത്രയും മാക്സിമം വാല്യൂവിലാണ് നമുക്ക് റെസിസ്റ്റേഴ്സ് കിട്ടുക? ഓപ്ഷൻ എ മെഗാ ഓം ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡാഷ് ഓഫ് എ റെസിസ്റ്റർ ഈസ് ഡിറ്റർമിൻഡ് മെയിൻലി ബൈ ഇറ്റ്സ് ഫിസിക്കൽ സൈസ്. അതായത് ഫിസിക്കൽ സൈസ് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ ഏത് കാര്യമാണ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. റെസിസ്റ്റൻസ് എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ഓപ്ഷൻ ബി പവർ ആണ് ആൻസർ. ദ പവർ ഓഫ് എ റെസിസ്റ്റർ ഈസ് മെയിൻലി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ഫിസിക്കൽ സൈസ് എന്നാണ് പറയുക. പവർ ഡിസിപ്പേഷനും റെസിസ്റ്റൻസും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. റെസിസ്റ്റൻസ് അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച്, അതായത് റെസിസ്റ്റേഴ്സിൻ്റെ സൈസും പവർ ഡിസിപ്പേഷനാണ് ഡയറക്റ്റ്ലി കണക്റ്റഡ്. റെസിസ്റ്റേഴ്സിൻ്റെ സൈസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം പവർ ഡിസിപ്പേഷൻ കൂടുന്നതാണ് പറയുക. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, മുമ്പ് പ്രീവിയസ് ഇയറായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചെറിയ റെസിസ്റ്റർ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടോ, കുറച്ച് തടിയുള്ള റെസിസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, തടി പറഞ്ഞാൽ കുറച്ച് സൈസ് കൂടിയത്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിസ്റ്റർ ഈസ് ആൻ ഡാഷ് കോമ്പോണൻ്റ് ഓർ ഡിവൈസ്. റെസിസ്റ്റൻസ് എന്ത് കോമ്പോണൻ്റാണ്? ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഡിപ്ലോമ ലെവൽ എക്സാംസിനെല്ലാം തന്നെ സ്ഥിരമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. ഒന്നുകിൽ അത് റെസിസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഡക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കപ്പാസിറ്റർ ആയിരിക്കും. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ആക്റ്റീവും പാസീവും അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഉത്തരത്തിലേക്ക് വരാം. ആൻസർ എന്ന് പറയുന്നത് പാസീവ് കോമ്പോണൻ്റ് ആണ്. റെസിസ്റ്ററും കപ്പാസിറ്ററും ഇൻഡക്ടറും എല്ലാം തന്നെ പാസീവ് കോമ്പോണൻ്റ് ആണ്. അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാനുള്ളൊരു കഴിവുള്ളത് ആക്റ്റീവ് ഡിവൈസസിനാണ്. അത് നമ്മൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുക. ആക്റ്റീവ് ഡിവൈസസ് ഏതാണ്, പാസീവ് ഡിവൈസസ് ഏതാണ്, ട്രാൻസ്ഫോമർ ഏത് ഡിവൈസാണെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി പാസീവ് ആണ്. പാസീവ് കമ്പോണൻ്റ് ആണ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ പവർ റേറ്റിംഗ് ഓഫ് എ റെസിസ്റ്റർ ഷുഡ് ബി ഡാഷ് ദാൻ ഫ്രം ആക്ച്വൽ പവർ ഡിസിപ്പേഷൻ ആസ് ഹീറ്റ് ഫോർ ദ റീസൺ ഓഫ് സേഫ്റ്റി ഫാക്ടർ. നമ്മൾ പറഞ്ഞു റെസിസ്റ്റേഴ്സിൽ നമ്മൾ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ പവർ റേറ്റിങ്ങിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം സാധാരണ ഉള്ളതിനേക്കാളും? ശരിക്കും നമ്മളിപ്പോൾ റെസിസ്റ്റേഴ്സിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന എനർജി വേസ്റ്റ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാരണം റെസിസ്റ്റേഴ്സ് ഒരു ഒപ്പോസിഷൻ കൊടുക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. കറണ്ടിന് ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് അവിടെ എന്ന് പറയുന്നത്, അത് ആ ഒരു എനർജി എന്തായിട്ട് വേസ്റ്റായിട്ട് പോകുന്നത്, ഹീറ്റായിട്ട് വേസ്റ്റായി പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന പവർ ഡിസിപ്പേഷൻ, ഹീറ്റായിട്ട് വേസ്റ്റ് ആവുന്ന പവർ ഡിസിപ്പേഷൻ്റെ വാല്യൂവിനേക്കാളും എന്തുകൊണ്ടും എന്തായിരിക്കണം നമ്മൾ റെസിസ്റ്ററുടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്റർ എടുക്കുമ്പോൾ അത് ഡിസിപ്പേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു വാല്യൂ ആണ് പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ റെസിസ്റ്റർ എടുക്കുന്ന സമയത്ത് അതിൽ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ എത്രത്തോളം വേസ്റ്റ് ആവുന്നോ അതിനേക്കാളും കൂടുതൽ പവർ റേറ്റിംഗ് ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ നോക്കിക്കോളൂ, 5 വാട്ടാണ് നമ്മളുടെ പവർ റേറ്റിംഗ് എന്ന് വെച്ചോളൂ. നമ്മൾ ഒരു റെസിസ്റ്റർ എടുക്കുന്ന സമയത്ത് അതിൽ 5 വാട്ട് പവർ റേറ്റിംഗ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ 5 വാട്ട് പവർ റേറ്റിംഗ് കാണിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ചിലപ്പോൾ എന്തായിരിക്കും, ഒരു 4 വാട്ടൊക്കെ പവർ ഡിസിപ്പേഷൻ കാണിക്കുള്ളൂ. അപ്പോൾ 4 വാട്ട് പവർ ഡിസിപ്പേഷൻ നമ്മൾ എന്ത് ചെയ്യണം, പവർ ഡിസിപ്പേഷൻ ശരിക്കും ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ നമ്മൾ റെസിസ്റ്ററിൽ എടുക്കുന്ന സമയത്ത് അത് 5 വാട്ട് പറഞ്ഞിട്ടാണ് എടുക്കുക. അങ്ങനെ നമ്മൾക്കത് ബേണിംഗ് എന്നുള്ളൊരു പരിപാടി ആവുന്നതിന് മുമ്പ് നമുക്ക് കാര്യം മനസ്സിലാവും, ഇത് ഇത്രത്തോളം വെച്ചിത്തോളം നന്നായി ചൂടായി അല്ലേ. നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന സമയത്ത് അതല്ലേ ചെയ്യുക, ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നന്നായി ചൂടായി, അത് ചൂടായിക്കോട്ടെ പറഞ്ഞിരിക്കുമോ, ഇല്ല അല്ലേ. ആ ചൂട് കുറയ്ക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ നോക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു റെസിസ്റ്റർ എടുക്കുന്ന സമയത്ത് അതിലിപ്പോൾ എത്രത്തോളം ഹീറ്റായിട്ട് പവർ വേസ്റ്റ് ആവാൻ സാധ്യത ഉണ്ടെന്നുള്ള ആ ഒരു പവർ ഡിസിപ്പേഷൻ ഫാക്ടർ നമുക്ക് അറിഞ്ഞിരിക്കും. അപ്പോൾ അതിനേക്കാളും കൂടിയ വാല്യൂ ആയിരിക്കണം എപ്പോഴും എന്ത് ചെയ്യുക, ഒരു റെസിസ്റ്റർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ വാല്യൂനേക്കാളും കൂടിയ വാല്യൂ ആയിരിക്കണം പവർ റേറ്റിംഗ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പവർ ഡിസിപ്പേഷൻ ഫോർമുല? ഇത് പഠിച്ചിട്ടുണ്ടാവില്ലേ, നമ്മൾ ഹീറ്റും പവറും കൂടിയാണല്ലോ പറയാമല്ലേ. ഇതിൻ്റെ കൂടെ ഒരു ടൈമും കൂടെ നമ്മൾ ഇൻഡ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പവർ എന്ന് പറയുന്നത് പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. പവർ ഈസ് ഈക്വൽ ടു V²/R ആണ്. പവർ ഈസ് ഈക്വൽ ടു I² ഇൻറ്റു R ആണ് അല്ലേ. ഇതിൽ നമ്മൾ H ഈസ് ഈക്വൽ ടു I²RT എന്നുള്ള ഫോർമുലയ്ക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ ടൈം മാറ്റിക്കഴിഞ്ഞാൽ അതെന്തായി, പവറായി അല്ലേ. അപ്പോൾ പവർ ഇൻറ്റു ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഹീറ്റ് കിട്ടും. ആ കാര്യം കൂടി ഇതിന് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ 3 ഫോർമുലാസും എന്തിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, പവർ ഡിസിപ്പേഷൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഓൾ ആർ കറക്റ്റ് ആണ്. അതായത് V ഇൻറ്റു I, V²/R, I² ഇൻറ്റു R, ഇത് 3ഉം ആണ് നമ്മുടെ പവർ ഡിസിപ്പേഷൻ്റെ ഫോർമുല പറയുന്നത്. അത് ഡിവൈഡ് ബൈയും ഇൻറ്റും ഒന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് വെച്ചിട്ടുള്ള ഈ ഫോർമുല വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അതുകൂടെ ഒന്ന് പഠിക്കാൻ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ദർ ആർ 2 മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിൻ്റെ 2 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്നുകൊണ്ട് നമ്മൾ പറയുന്നത് ഏതാണ്? ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനൊക്കെ കുറിച്ചിട്ടായിരുന്നു, റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടും അതിൻ്റെ പവറിനെ കുറിച്ചിട്ടും ആയിരുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി, റെസിസ്റ്റൻസ് ആൻഡ് പവർ എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടൊരു ചോദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ഈസ്. സാധാരണ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ് യൂസ് ചെയ്യുക? കുറേ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ഉണ്ടല്ലേ, വയർ വൗണ്ട്, കാർബൺ റെസിസ്റ്റർ, ഫിലിം ടൈപ്പ് റെസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അല്ല, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കാർബൺ കമ്പോസിഷൻ റെസിസ്റ്ററാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. വയർ വൗണ്ട് റെസിസ്റ്ററും നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഒക്കെ ആയിട്ട് മാറാറുണ്ട് ഹൈ ഫ്രീക്വൻസിയിൽ. ആ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിനെ കുറിച്ചിട്ട് പറയാം. അടുത്ത ചോദ്യം, വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ്. ഏത് അപ്ലിക്കേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഹൈ കറണ്ട് അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. ഹൈ കറണ്ട് വരുമ്പോൾ അവിടെ എന്തായിരിക്കും, റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ ലോ റെസിസ്റ്റൻസ് അപ്ലിക്കേഷൻസിൽ, അതുപോലെ ഡിസൈഡ് പവർ, നമുക്ക് ആവശ്യമായിട്ടുള്ള പവർ അപ്ലിക്കേഷൻസ് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓൾ ആർ കറക്റ്റാണ്. അപ്പോൾ വയർ ബൗണ്ട് റെസിസ്റ്റൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ കറണ്ട് അപ്ലിക്കേഷൻസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓർമ്മ കിട്ടും. ഹൈ കറണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം, റെസിസ്റ്റൻസ് കുറവായിരിക്കണം. അപ്പോൾ ലോ റെസിസ്റ്റൻസ് അപ്ലിക്കേഷൻസിൽ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വയർ ബൗണ്ട് റെസിസ്റ്റർ ഈസ് ഓൺലി യൂസ്ഡ് ഫോർ. വയർ ബൗണ്ട് റെസിസ്റ്റൻസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? വയർ ബൗണ്ട് റെസിസ്റ്റൻസ് ലോ ഫ്രീക്വൻസിയിലാണ് നമ്മൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. റെസിസ്റ്റൻസിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നത് ലോ ഫ്രീക്വൻസിയിലാക്കി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അറ്റ് ഹൈ ഫ്രീക്വൻസി വയർ ബൗണ്ട് റെസിസ്റ്റർ ആക്ടസ്. ലോ ഫ്രീക്വൻസിയിലാണല്ലോ വയർ ബൗണ്ട് റെസിസ്റ്റൻസ് ആ ഒരു ക്വാളിറ്റി കാണിക്കുക. ഹൈ ഫ്രീക്വൻസിയിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷൻസിൽ വയർ ബൗണ്ട് റെസിസ്റ്റൻസിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല കാണിക്കുക, അത് ഇൻഡക്ടറിൻ്റെ ക്വാളിറ്റി ആയിരിക്കും കാണിക്കുക. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ. ഇത് ഫുള്ള് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് എത്തുക എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ എഴുതുക.
ഇതിൻ്റെ ബാക്കിയുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും. എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഫുള്ള് നമ്മളുടെ ടോപ്പിക്സ് ഫുള്ള് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ടോപ്പിക്കുകൾ തരുന്നില്ല. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെയാണോ ഇനി വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ, അതായത് നമ്മൾക്ക് ഇനി ഏതൊക്കെ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ എന്നാണ് ക്വസ്റ്റ്യൻസ് വേണ്ടത്. നമ്മളിപ്പോൾ സെൽസ് വരെയല്ലേ ചെയ്തത്. ഇന്നിപ്പോൾ ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗം അങ്ങനെ കുറച്ച് വരുന്നുണ്ടല്ലോ, ഓപ്പ് ആമ്പ് 555 ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇനിയുള്ള മോക്ക് ടെസ്റ്റുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് എല്ലാ പ്ലേലിസ്റ്റും ഒന്ന് കയറി നോക്കുക. ഇലക്ട്രോണിക്സുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പല പ്ലേലിസ്റ്റുകളും. അതല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജോബ് അപ്ഡേറ്റ്സ് അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഊർജ്ജം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.